ഹായ് ഓൾ, നമ്മൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം സമ്മറി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പല വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആക്ടിവിറ്റിയും ഗ്രാമറും വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാനുണ്ട്. ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കണം. കുറച്ച് ഗ്രാമറും കുറച്ച് ആക്ടിവിറ്റിയും കൂടെ പഠിക്കണം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ എക്സാമിന് പോകാം. അപ്പോൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് സമ്മറിയും കുറച്ച് ആക്ടിവിറ്റിയും മാത്രം പഠിച്ചാൽ നമുക്കൊരു അഷ്വറൻസ് ഒന്നുമില്ല അത് തന്നെ എഴുതാൻ ചോദിക്കും എന്നുള്ളത്. നിങ്ങളെല്ലാവരും മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടവരല്ലേ, അത്ര അങ്ങോട്ട് ഡയറക്റ്റ് ആവില്ല ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ഡയറക്റ്റ് സമ്മറി കൂടാതെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സമ്മറി, ഫോക്കസ് ഏരിയ ബേസ്ഡ് ഡയറക്റ്റ് കൂടാതെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ പ്ലസ് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്ലസ് ആക്ടിവിറ്റീസ് പ്ലസ് ഗ്രാമർ. ഈ വരുന്ന 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോൾ ഓഫ് പേരൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് പേരൻസ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തി റോൾ ഓഫ് പേരൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് പേരൻസ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യുമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് ചോദിച്ചാൽ ഇത് ധാരാളമാണ്. ഇനി അതല്ല, അതിൽ കൂടുതൽ ചോദിക്കുകയാണ്, അതല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ബേസ് ചെയ്ത് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു ചെറിയ ഷോർട്ട് നോട്ടൂടെ ചേർത്ത് എഴുതി വെച്ചാൽ ആൻസറായി. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് പോയിന്റ്, there is an adage. adage എന്ന് വെച്ചാൽ proverb, saying എന്നാണ്. there is an adage. എന്താണ് adage? മാതാ പിതാ ഗുരു ദൈവം. which envisages means shows, which shows the importance of, the significance of parents. so there is an adage, there is a saying. ഒരു ചൊല്ലുണ്ട്. എന്താ ചൊല്ല്? മാതാ പിതാ ഗുരു ദൈവം. ഈ ചൊല്ല് എന്തിനെയാണ് കാണിക്കുന്നത്? അച്ഛനമ്മമാരുടെ പ്രാധാന്യത്തെ. there is an adage, മാതാ പിതാ ഗുരു ദൈവം, which envisages the significance of parents. That is the first point. Look at the second point. Parents have great roles in our lives. നമ്മുടെ ജീവിതത്തിൽ പേരൻസിന് വലിയ റോളുണ്ട്. Parents have great roles in our lives. They are happy when we are born and when we grow പോസിറ്റീവ്ലി. നമ്മൾ ജനിക്കുമ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് വളരുമ്പോഴും നമ്മുടെ പേരൻസ് വളരെ ഹാപ്പിയാണ്. ഒന്നുകൂടെ നോക്കിക്കേ. പേരൻസ് ഹാവ് ഗ്രേറ്റ് റോൾസ് ഇൻ അവർ ലൈഫ്സ്. ദേ ആർ ഹാപ്പി വെൻ വി ആർ ബോൺ ആൻഡ് വെൻ വി ഗ്രോ പോസിറ്റീവ്ലി. അടുത്ത പോയിന്റ് എന്താ? ദേ സപ്പോർട്ട് ആൻഡ് മോട്ടിവേറ്റ് അസ്. പേരൻസ് സപ്പോർട്ട് ആൻഡ് മോട്ടിവേറ്റ് അസ്. നമുക്ക് സപ്പോർട്ട് തരുന്നു, മോട്ടിവേഷൻ തരുന്നു. ദേ ലവ് ആൻഡ് കെയർ അസ്. അവർ നമ്മളെ സ്നേഹിക്കുന്നു, കെയർ ചെയ്യുന്നു. ദേ ഗിവ് അസ് പണിഷ്മെന്റ്സ് ആൻഡ് കോംപ്ലിമെന്റ്സ്. അവർ നമുക്ക് പണിഷ്മെന്റ്സ് തരുന്നു, കോംപ്ലിമെന്റ്സ് തരുന്നു. ഇനി ഏതൊക്കെ തരം സപ്പോർട്ട് അവർ തരുന്നത്? ദേ ഗിവ് അസ് മെന്റൽ, മോറൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. പേരൻസ് നമുക്ക് തരുന്നത് മെന്റൽ സപ്പോർട്ട് ഉണ്ട്, മോറൽ സപ്പോർട്ട് ഉണ്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ട്. പിന്നെയോ ദേ ഗിവ് അസ് പണിഷ്മെന്റ്സ് ആൻഡ് കോംപ്ലിമെന്റ്സ്. നോക്കിക്കേ, പേരൻസ് they support and motivate us, they love and care us, they give us punishments and compliments, they give us mental, moral and financial support. Look at the last point. When we become successful, they become happy. നമ്മൾ സക്സസ്ഫുൾ ആവുമ്പോൾ നമ്മുടെ പേരൻസ് ഹാപ്പി ആവും. when we become successful, they become happy. നമ്മൾ എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആയേ? we become successful only because, ഒറ്റ കാരണമാണ്, they have cultivated good values in us. we become successful only because they have cultivated good values in us. അവർ നമ്മളിൽ ഗുഡ് വാല്യൂസ് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. അപ്പോൾ റോൾ ഓഫ് പേരൻസ് ഒന്ന് നോക്കിക്കേ. there is an adage, മാതാ പിതാ ഗുരു ദൈവം, which envisages the significance of parents. Parents have great roles in our lives. They are happy when we are born and when we grow positively. They love and care us. They give us punishments and compliments. They give us mental,
moral and financial support. When we become successful, they become happy. We become successful only because they have cultivated good values in us. ഇത്രയുമാണ് റോൾ ഓഫ് പേരൻസിൻ്റെ പോയിന്റ്സ്. പക്ഷേ ഇത് ഫസ്റ്റ് ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതാൻ ചോദിച്ചാൽ ഫസ്റ്റ് ഫ്ലൈറ്റോട് എഴുതണം. ഒരിക്കലും ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ സമ്മറി എഴുതി വെക്കരുത്. യു വോണ്ട് ഗെറ്റ് മാർക്സ്. അവിടെയാണ് ഇംഗ്ലീഷിന് കുട്ടികൾക്ക് A+ പോകുന്നത്. എല്ലാം എഴുതിയാലും A+ പോകുന്നത് ഇങ്ങനെ എഴുതുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇത്ര എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് എഴുതും? ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് വി സീ എ യങ് സീഗൾ who was afraid to make his first flight. His first flight എന്ന സ്റ്റോറിയിൽ ആദ്യത്തെ പറക്കലിന് മടി കാണിക്കുന്ന ഒരു യങ് സീഗളിനെ നമ്മൾ കാണുന്നു. ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് വി സീ എ യങ് സീഗൾ ഹു ഈസ് അഫ്രൈഡ് ടു ഫ്ലൈ. പറക്കാൻ പേടിയുള്ളൊരു പക്ഷിയെ നമ്മൾ കാണുന്നു. ഹിസ് പേരൻസ് interferes at the right time. His parents interfere at the right time. അവൻ്റെ പേരൻസ് കറക്റ്റായ സമയത്ത് ഇൻ്റർഫിയർ ചെയ്യുന്നു. His parents interfere at the right time. They give him a punishment. അവന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. They let him starve. അവനെ പട്ടിണിക്കിടുന്നു. They give him a punishment. They let him starve. അവനെ പട്ടിണിക്കിടുന്നു. The situation prompts the bird to fly. സിറ്റുവേഷൻ ബേർഡിനെ കൊണ്ട് പറപ്പിക്കുന്നു. നോക്കിക്കേ, ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് വി സീ എ യങ് സീഗൾ ഹു ഈസ് അഫ്രൈഡ് ടു ഫ്ലൈ. നമുക്ക് പ്രസന്റ് ടെൻസിൽ എഴുതാം. ഹിസ് പേരൻസ് ദേ ഇന്റർഫിയർ, ദേ ഗിവ് ഹിം ദ പണിഷ്മെന്റ്, ദേ ലെറ്റ് ഹിം സ്റ്റാർവ്. പട്ടിണിക്കിടും. ദ സിറ്റുവേഷൻ പ്രോംസ് ഹിം ടു ഫ്ലൈ. സിറ്റുവേഷൻ അവനെ കൊണ്ട് പറക്കാൻ ഇടയാക്കും. ദസ് ഹി ബിക്കംസ് സക്സസ്ഫുൾ ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈയിങ്. പറക്കുന്ന ആർട്ടിൽ അവൻ സക്സസ്ഫുള്ളായി മാറും. അപ്പോൾ ഇത്ര എഴുതി വെച്ചാൽ റോൾ ഓഫ് പേരൻസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഓർക്ക് റോൾ ഓഫ് പേരൻസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ലൈറ്റിൽ എഴുതാൻ ചോദിച്ചാൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ സമ്മറി അല്ല എഴുതേണ്ടത്, മറിച്ച് ഈ പോയിന്റ്സ് എഴുതിയതിന് ശേഷം ആഡ് ചെയ്യുക. നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം സമ്മറി മാത്രം പഠിച്ചുകൊണ്ട് പോയി എഴുതാനിരുന്നാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഇഫേർട്ട് ഇടുക, പഠിക്കുക. ഞാൻ വളരെ സിമ്പിൾ സെൻറ്റൻസിൽ വളരെ സിമ്പിളാക്കിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ജൂനിയേഴ്സായിട്ടുള്ള 10th സ്റ്റുഡൻസ് എക്സാം ഫേസ് ചെയ്യാൻ പോവാണ്. അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് ആണ് നമ്മളൊരു സ്പീച്ചാക്കി എഴുതണം. ഈ സ്പീച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പാൻഡമിക് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ സ്കൂൾ തുറക്കാൻ പോവാണ്, നിങ്ങൾ കുട്ടികൾക്ക് എന്തൊക്കെ ഡയറക്ഷൻസ് കൊടുക്കും, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സെൻറ്റൻസുകൾ ഈ ഒരു സ്പീച്ചിനകത്തിൽ വരും. അപ്പോൾ നോക്കുക, ടോപ്പിക് ഇതാണ്: സ്പീച്ച് മോട്ടിവേറ്റിംഗ് 10 സ്റ്റുഡൻസ് ഫോർ ദ അപ്കമിങ് എക്സാം. വരാൻ പോകുന്ന എക്സാമിന് 10th സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സ്പീച്ചാണ്. അപ്പോൾ സ്പീച്ച് എങ്ങനെ എഴുതണം, സ്പീച്ചിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കണം, അവസാനം എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു തരാം. പക്ഷേ അത് ഒത്തിരി എഴുതുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ മാർക്കൊന്നും കിട്ടില്ല. 1.5 മാർക്കൊക്കെ കിട്ടും. പക്ഷേ കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടൻറ്റ് നോക്കാം. ദ സബ്ജക്റ്റ് ഓഫ് ടുഡേയ്സ് ഡിസ്കഷൻ ഈസ് ഹൗ ടു ഹാവ് കോൺഫിഡൻസ് ടു ഫേസ് ദ ഫോർത്ത്കമ്മിങ് എക്സാം. To face the forthcoming exam. So the topic of today's discussion is how to have confidence. എങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാക്കാം? To face, നേരിടുവാൻ. The upcoming exam, വരാൻ പോകുന്ന എക്സാമിനെ നേരിടുവാൻ എങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. നോക്കിയേ, നത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ് വിതൗട്ട് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഇല്ലാതെ ഒന്നും നേടാൻ കഴിയില്ല. നത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ് വിതൗട്ട് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഇല്ലാതെ ഒന്നും നേടാൻ കഴിയില്ല. എവ്രി ചൈൽഡ് ഈസ് ബോൺ വിത്ത് ഇമ്മൻസ് ടാലൻസ്. APJയുടെ വേർഡ്സ് ആണ്. എവ്രി ചൈൽഡ് ഈസ് ബോൺ വിത്ത് ഇമ്മൻസ് ടാലൻസ്. ഓരോ കുട്ടിയും ജനിച്ചിരിക്കുന്നത് ധാരാളം കഴിവുകളോടുകൂടിയാണ്. ഇഫ് വി നറിഷ് അവർ ടാലൻസ്, നമ്മുടെ ടാലൻസ് നമ്മൾ വളർത്തിയാൽ, ഇഫ് വി നറിഷ് അവർ ടാലൻസ്, നോബഡി ക്യാൻ സ്റ്റോപ്പ് അസ്. നമ്മളെ തടയാൻ, നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. നോബഡി ക്യാൻ സ്റ്റോപ്പ് അസ്. പിന്നെയോ, അവർ ടീച്ചേഴ്സ്, അവർ ഫ്രണ്ട്സ്, അവർ പേരൻസ്, ദേ ടേക്ക് അപ്പ് കീ റോൾസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ പേരൻസ് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ റോൾസാണ് എടുക്കുന്നത്. പിന്നെയോ,
We have great examples like APJ Abdul Kalam and Stephen Hawking who have fought adversities. Adversities ne fight ചെയ്ത great people. APJ Abdul Kalamനെ പോലെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള വലിയ എക്സാമ്പിൾസ് നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ. The topic of today's discussion is how to have confidence to face the upcoming exam. Nothing can be achieved without hard work. Every child is born with immense talents. If you nourish these talents, nobody can stop you. Our parents, our teachers, and our friends take up key roles in our lives. We have great examples like APJ Abdul Kalam and Stephen Hawking who have fought adversities. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ മോട്ടിവേഷൻ സ്പീച്ചിലേക്ക് കടക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. നമ്മൾ നമ്മുടെ 10th ജൂനിയേഴ്സിനോട് സംസാരിക്കുകയാണ്. യു ആർ ഗോയിങ് ടു അപ്പിയർ ഫോർ ദ SSLC എക്സാം. യു ആർ ഗോയിങ് ടു അപ്പിയർ ഫോർ ദി SSLC എക്സാം. നിങ്ങൾ SSLC എക്സാം എഴുതാൻ പോവുകയാണ്. ദിസ് ഈസ് എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണ് ഈ എക്സാം. യു ആർ ഗോയിങ് ടു അപ്പിയർ ഫോർ ദ SSLC എക്സാം. ദിസ് ഈസ് എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇത്. പക്ഷെ എന്താ പ്രശ്നം? സം സ്റ്റുഡൻസ് ടെൻഡ് ടു ബി പാനിക്കി. പാനിക്കി എന്ന് വെച്ചാൽ എന്താ? വെപ്രാളം. സം സ്റ്റുഡൻസ്, ചില കുട്ടികൾ ടെൻഡ് ടു ബി, ടെൻഡൻസി കാണിക്കും. എന്തിനുള്ള ടെൻഡൻസി? ടു ബി പാനിക്കി, വെപ്രാളം കാണിക്കും. ആസ് ദ എക്സാം ഡേ അപ്രോച്ചസ്, എക്സാം ഡേ അടുത്ത് വരുന്തോറും ചില കുട്ടികൾ വെപ്രാളം കാണിക്കും. സം സ്റ്റുഡൻസ് ടെൻഡ് ടു ബി പാനിക്കി ആസ് ദി എക്സാം ഡേ അപ്രോച്ചസ്. But what happens? Actually, they are spoiling their chances to do well. Actually, they are spoiling, they are destroying. അവർ നശിപ്പിക്കുകയാണ്. Their chances, അവരുടെ ചാൻസ് നശിപ്പിക്കുകയാണ്. To do well in the exam. എക്സാമിൽ നന്നായിട്ട് എഴുതാനുള്ള ചാൻസ് അവർ നശിപ്പിക്കുകയാണ്. There is nothing to worry. There is nothing to worry. ഭയക്കാനൊന്നുമില്ല. Fear will only destroy you. ഭയം നിങ്ങളെ നശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ നോക്കിക്കേ, യു ആർ ഗോയിങ് ടു അപ്പിയർ ഫോർ ദ SSLC എക്സാം. ഇറ്റ് ഈസ് എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്. ബട്ട് സം സ്റ്റുഡൻസ് ടെൻഡ് ടു ബി പാനിക്കി ആസ് ദി എക്സാം ഡേ അപ്രോച്ചസ്. ആക്ച്വലി ദേ ആർ സ്പോയിലിംഗ് ദെയർ ചാൻസസ് ടു ഡു വെൽ. ദർ ഈസ് നത്തിങ് ടു ഫിയർ. ഫിയർ വിൽ ഓൺലി ഡിസ്ട്രോയ് യു. ഓക്കെ, നോക്കാം. എക്സാമിനേഷൻസ് നടത്തുന്നതിനാ ഇനി ഇച്ചിരി കോൺഫിഡൻസ് കൊടുക്കണം. എക്സാമിനേഷൻസ് നടത്തുന്നതിനാ, എക്സാമിനേഷൻസ് ആർ കണ്ടക്റ്റഡ്, എക്സാമിനേഷൻസ് നടത്തുന്നത് ടു ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ടു ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നോട്ട് ടു ഡിസ്ട്രോയ് യു, നിങ്ങളെ നശിപ്പിക്കാനല്ല. എക്സാമിനേഷൻസ് ആർ കണ്ടക്റ്റഡ് ടു ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, be confident, calm, cool and optimistic. കോൺഫിഡൻ്റ് ആവുക, കാം ആവുക, കൂൾ ആവുക, ഒപ്റ്റിമിസ്റ്റിക് ആവുക, ശുഭാപ്തി വിശ്വാസമുള്ളവരാവുക. യുവർ ടീച്ചേഴ്സ്, യുവർ പേരൻസ് ആൻഡ് യുവർ ഫ്രണ്ട്സ് ഓൾ സപ്പോർട്ട് യു. നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ പേരൻസ്, ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബി കാം, കൂൾ ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്. യുവർ ടീച്ചേഴ്സ്, പേരൻസ് ആൻഡ് ഫ്രണ്ട്സ് ഓൾ സപ്പോർട്ട് യു. എന്നിട്ട് അവസാനം ഒരു ബെസ്റ്റ് വിഷസ് പറയുക. അറ്റൻഡ് ദി എക്സാം വിത്ത് കോൺഫിഡൻസ്. ഓൾ ദ ബെസ്റ്റ് വിഷസ്. മേ ഗോഡ് ബ്ലെസ് യു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സാറിനും അത് തന്നെയാണ് പറയാനുള്ളത്. അറ്റൻഡ് ദി എക്സാം വിത്ത് കോൺഫിഡൻസ്. ഓൾ ദ ബെസ്റ്റ് വിഷസ് ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു. അപ്പോൾ ഇത് 10th സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ഉള്ളൊരു സ്പീച്ചാണ്. ഇതൊരു മോഡൽ സ്പീച്ചാണ്. എക്സാമിന് ചോദിക്കുമെന്ന് സാറിന് യാതൊരു പ്രതീക്ഷയുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഇതൊന്ന് നോക്കിയിട്ട് പോയാൽ പല ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനുള്ളൊരു ഹെൽപ്പ് ആകും ഇത്. അല്ല, ഇത് ഡയറക്റ്റായിട്ട് ചോദിക്കുമെന്ന് സാറ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ജനറൽ തീം എന്ന് പറയുന്നത് ഗ്രേറ്റ്നെസ്, വാല്യൂസ്, കോൺഫിഡൻസ്, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളോട് പല രീതിയിൽ ചോദ്യം ചോദിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം.
നമ്മൾ ഫസ്റ്റ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ സിഗ്നിഫിക്കൻസ് ഓഫ് വാല്യൂസ് എന്ന് ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യും? സിഗ്നിഫിക്കൻസ് ഓഫ് വാല്യൂസ്. അല്ലെങ്കിൽ adversities in life will make you better, not bitter. Adversities means difficulties. Difficulties in life will make you better. നിങ്ങളെ നല്ലവരാക്കും. Not bitter. നിങ്ങളെ മോശമാക്കില്ല. അതിനെങ്ങനെ ആൻസർ എഴുതും? Or the need of courage, self-confidence and an active support from the family to become successful. Need of courage, self-confidence, support from family. ധീരത, ധൈര്യം, കോൺഫിഡൻസ്, ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, ഇതൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? ഇത്തരത്തിൽ വാല്യൂസുമായിട്ട് ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എഴുതാൻ ആവശ്യമായ പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ തരുന്ന പോയിന്റ്സ് എല്ലാം പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന പോയിന്റ്സ് പഠിക്കുക. പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ, ഇടയ്ക്കുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കാമെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ അല്ല, ശ്രദ്ധിക്കുക. എവറി ഹ്യൂമൻ ബീയിങ് വിഷസ് ടു ബി ഐഡിയൽ. എല്ലാ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആഗ്രഹം എന്താ? എവറി ഹ്യൂമൻ ബീയിങ് വിഷസ് ടു ബി ഐഡിയൽ. ഐഡിയൽ ആകണം, പെർഫെക്റ്റ് ആകണം എന്നതാണ് എല്ലാ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും ആഗ്രഹം. We may come across different types of adversities at different point of time. ജീവിതത്തിൻ്റെ പല സമയങ്ങളിൽ ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് ടൈം we may come across different types of adversities. പലതരത്തിലുള്ള അഡ്വേഴ്സിറ്റീസ്, ബുദ്ധിമുട്ടുകളെ നമ്മൾ ഫേസ് ചെയ്തേക്കാം. നോക്കിക്കേ, എവറി ഹ്യൂമൻ ബീയിങ് വിഷസ് ടു ബി ഐഡിയൽ. We may come across different types of adversities at different point of time. To face these adversities, ഈ അഡ്വേഴ്സിറ്റീസിനെ ഫേസ് ചെയ്യണമെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതണം. വാല്യൂസ് ആണെങ്കിൽ എങ്ങനെ എഴുതും? ഇൻ ഓർഡർ ടു ഫേസ് ദീസ് അഡ്വേഴ്സിറ്റീസ് വി നീഡ് വാല്യൂസ് ലൈക്ക്. വാല്യൂസ് എന്തൊക്കെയാണ്? കറേജ്, സെൽഫ് കോൺഫിഡൻസ്, പങ്ക്ച്വാലിറ്റി, ഓണസ്റ്റി, ബ്രേവറി, ഡിസിപ്ലിൻ. ഇങ്ങനെ നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് എഴുതാം. ഇനി ക്വസ്റ്റ്യൻ കറേജ്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ആക്റ്റീവ് സപ്പോർട്ട് ആണെങ്കിൽ അത് മാത്രം എഴുതുക. അപ്പോൾ നോക്കിക്കേ, in order to face these adversities we have to possess a lot of values. എന്നിട്ട് കുറച്ച് വാല്യൂസ് അവിടെ എഴുതി വെക്കുക. അല്ലെങ്കിൽ in order to face these adversities, ഈ അഡ്വേഴ്സിറ്റിനെ ഫേസ് ചെയ്യാനായിട്ട് we need, നമുക്ക് വേണം, എന്തൊക്കെ വേണം? കറേജ്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ആൻ ആക്റ്റീവ് സപ്പോർട്ട് ഫ്രം ദ ഫാമിലി. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ എഴുതുക. കറേജ്, സെൽഫ് കോൺഫിഡൻസ്, ഫാമിലി സപ്പോർട്ട്, ഇത് മൂന്നും വേണം എന്നുള്ള രീതിയിൽ എഴുതുക. അപ്പോൾ നോക്കിക്കേ, എവറി ഹ്യൂമൻ ബീയിങ് വിഷസ് ടു ബി ഐഡിയൽ. We may come across different types of adversities at different point of time. In order to face these adversities, we need to possess certain values. ഇനിയും കറേജും സെൽഫ് കോൺഫിഡൻസും ഫാമിലി സപ്പോർട്ടും ആണ് ചോദ്യമെങ്കിൽ അത് എഴുതി വയ്ക്കുക. ഓക്കെ, അടുത്ത പാട്ട് നോക്കിക്കേ. One who faces triumph and disaster is the true winner. If എന്ന പോയത്തിലെ ലൈനാ, വളരെ സിമ്പിളാ. The one who faces, ആരാണോ ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും, വിജയത്തെയും പരാജയത്തെയും ഫേസ് ചെയ്യുന്നത്, he is the true winner. The one who faces triumph and disaster is the true winner. Okay. Adversities will enable us to stand straight. Adversities, ബുദ്ധിമുട്ടുകൾ, will enable us, നമ്മളെ പ്രാപ്തരാക്കും, to stand straight, നേരെ നിൽക്കുവാൻ, in difficult situations, പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ നേരെ നിൽക്കുവാൻ ഡിഫിക്കൽട്ടീസ് നമ്മളെ സഹായിക്കും. അഡ്വേഴ്സിറ്റീസ് ഓർ ഡിഫിക്കൽട്ടീസ് വിൽ ഇനേബിൾ us, നമ്മളെ പ്രാപ്തരാക്കും, ടു സ്റ്റാൻഡ് സ്ട്രേറ്റ്, നേരെ നിൽക്കുവാൻ, ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. ലൈഫ് ഈസ് എ ലോങ് റൺ. ജീവിതം എന്ന് പറയുന്നൊരു വലിയ ഓട്ടമാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ ഈ പോയിന്റ്. ദ വൺ ഹൂ ഫേസസ് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ഈസ് ദ ട്രൂ വിന്നർ. Adversities will enable us to stand straight in difficult situations. Life is a long run. ആ സെൻറ്റൻസ് തൊട്ട് മുകളിൽ കയറ്റി എഴുതിയാൽ കറക്റ്റ് മാച്ചായിരിക്കും. അടുത്തത് നോക്കുക. നമുക്ക് എന്തൊക്കെ വേണം സക്സസ്ഫുൾ ആവാൻ?
we have to keep an aim. പിന്നെയോ ഹാർഡ് വർക്കിംഗ് നേച്ചർ. പിന്നെയോ ബിലീഫ് ഇൻ ഗോഡ് ടു ബിക്കം സക്സസ്ഫുൾ. നമുക്കൊരു ലക്ഷ്യം വേണം, ഹാർഡ് വർക്കിംഗ് നേച്ചർ വേണം, ദൈവത്തിൽ വിശ്വാസം വേണം. എന്തിന്? ടു ബിക്കം സക്സസ്ഫുൾ. വി ഷുഡ് ഹാവ് ആൻ എയിം, ഹാർഡ് വർക്കിംഗ് നേച്ചർ ആൻഡ് ബിലീഫ് ഇൻ ഗോഡ് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്. അടുത്ത പോയിന്റ് നോക്കിയേ, APJ അബ്ദുൽ കലാമിൻ്റെ ലൈൻസ് ആണ്. എവ്രിബഡി ഈസ് ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, എവ്രിബഡി ഈസ് ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്, എവ്രിബഡി ഈസ് ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്, എവ്രിബഡി ഈസ് ബോൺ വിത്ത് ഗ്രേറ്റ്നസ്, എവ്രിബഡി ഹാസ് വിങ്സ് വിത്ത് വിച്ച് ദേ കുഡ് ഫ്ലൈ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആ ലൈൻസ് എഴുതി വെക്കാം. പിന്നെ ഷേക്സ്പിയറിൻ്റെ ലൈൻ വേണം എഴുതി വെക്കാം. ഷേക്സ്പിയർ ഹാസ് വൺ സെഡ്. എന്താ ഷേക്സ്പിയർ പറഞ്ഞേ? സം ആർ ബോൺ ഗ്രേറ്റ്, ചിലർ മഹാന്മാരായി ജനിക്കുന്നു. സം ഹാവ് ഗ്രേറ്റ്നസ് ത്രസ്റ്റ് അപ്പോൺ ദം, ചിലരിൽ ഗ്രേറ്റ്നസ് അടിച്ചേൽപ്പിക്കപ്പെടും. അപ്പോൾ അങ്ങനത്തെ കൊട്ടേഷൻസും ഒക്കെ വേണം നമുക്ക് എഴുതി വെക്കാം. കൊട്ടേഷൻസ് എഴുതുന്നതിലല്ല പ്രധാന കാര്യം, എഴുതുന്ന കൊട്ടേഷൻ തെറ്റുകൂടാതെ എഴുതുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. കൊട്ടേഷൻസ് എഴുതുകയാണെങ്കിൽ ആ ലൈൻസ് അതേപോലെ തന്നെ നമ്മൾ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സെൻറ്റൻസുകൾ സ്റ്റാൻഡേർഡ് ആയാൽ മാത്രം മതി. എഴുതുന്നത് നല്ലതാണ്, പക്ഷെ ഒരുപാട് കൊട്ടേഷൻസിൻ്റെ ആവശ്യമില്ല. ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ, ഇഫ് വി നറിഷ് അവർ ടാലൻസ് ആൻഡ് കീപ് വാല്യൂസ്. കൺക്ലൂഷനാണ്, ഇഫ് വി നറിഷ് അവർ ടാലൻസ്, നമ്മുടെ ടാലൻസിനെ നറിഷ് ചെയ്യുകയാണെങ്കിൽ, ആൻഡ് കീപ് വാല്യൂസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ബിക്കം സക്സസ്ഫുൾ, നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പോയിന്റ്സ് ആണ്, ഇതെല്ലാം പഠിക്കണമെന്നില്ല, സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കുക. ഇനി നമുക്ക് കറേജ്, സെൽഫ് കോൺഫിഡൻസ്, ആക്റ്റീവ് സപ്പോർട്ട് ഫ്രം ഫാമിലി, അത് മാത്രം ഫോക്കസ് ചെയ്ത് ചോദിച്ചാൽ നമ്മൾ എഴുതാൻ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അത് ഫസ്റ്റ് ഫ്ലൈറ്റുമായിട്ട് കണക്ട് ചെയ്ത് എഴുതണം. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാനത് തരിക. പക്ഷേ അപ്പം ഇവിടെ ഇൻട്രൊഡക്ഷൻ മാത്രം എഴുതിയിട്ട് നേരെ ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് വേണം എഴുതി വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് നീഡ് ഓഫ് കറേജ്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ആൻ ആക്റ്റീവ് സപ്പോർട്ട് ഫ്രം ഫാമിലി ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് എഴുതുമ്പോഴും ഇതിന് തൊട്ട് മുമ്പ് നമുക്ക് മുമ്പ് എഴുതിയ ജനറൽ ഇൻട്രൊഡക്ഷൻ എഴുതാം. എവറി ഹ്യൂമൻ ബീയിങ് വിഷസ് ടു ബി ഐഡിയൽ. ഇൻ ഓർഡർ ടു ബിക്കം ഐഡിയൽ വി നീഡ് ടു പൊസസ് കറേജ്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ആൻ ആക്റ്റീവ് സപ്പോർട്ട് ഫ്രം ഫാമിലി. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ ലൈറ്റിൽ എഴുതാനായിരിക്കും ചോദിക്കുക. സോ in the story his first flight we see a young seagull who was afraid to fly. പറക്കാൻ ഭയമുള്ള ഒരു സീഗളിനെ നമ്മൾ കാണും. എന്താ അവന്റെ പ്രശ്നം? he lacked self confidence. അവന് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവന്റെ പേരൻസ് എന്ത് ചെയ്തു? his parents interfered and made him confident. അവനെ കോൺഫിഡൻ്റ് ആക്കി in learning flying പഠിക്കുന്നതിൽ അവനെ കോൺഫിഡൻ്റ് ആക്കി. അപ്പോൾ നോക്കിക്കേ, in the story his first flight we see a young seagull who was afraid to fly. He lacked self confidence. His parents interfered and made him confident in flying. ഇനി നമ്മൾ 3 ടേംസ് ആണ് പറഞ്ഞത്, കറേജ്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ആൻ ആക്റ്റീവ് സപ്പോർട്ട് ഫ്രം ഫാമിലി. അപ്പോൾ വാല്യൂസ് എഴുതുമ്പോൾ നമ്മൾ കറേജിൻ്റെയും സെൽഫ് കോൺഫിഡൻസിൻ്റെയും ഈ ഡെഫിനേഷൻസ് നമുക്ക് എഴുതാം. വാല്യൂസ് എഴുതുമ്പം ആക്റ്റീവ് സപ്പോർട്ട് ഫ്രം ഫാമിലി മാറ്റുക, അതൊരു വാല്യൂ അല്ല, അതുകൊണ്ട് അത് മാറ്റുക. അപ്പോൾ ഇത് അങ്ങനെ ചോദിക്കുമ്പോഴും എഴുതാൻ ഉപകരിക്കുന്ന സെൻറ്റൻസുകളാണ്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ്, ഇത് രണ്ടും പഠിക്കുക. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്, ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, കറേജ്. വാട്ട് ഈസ് കറേജ്? കറേജ് ഈസ് എ ക്വാളിറ്റി വിച്ച് വി ഹാവ് ടു പൊസസ് ഫ്രം അവർ ചൈൽഡ്ഹുഡ്. നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ പൊസസ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് കറേജ്. കറേജ് ഈസ് എ ക്വാളിറ്റി which we have to possess from our childhood. ഇനി കറേജ് എന്ന് വെച്ചാൽ എന്താ? കറേജ് does not mean daring to perform unexpected action. Unexpected action, അപ്രതീക്ഷിതമായ പ്രവൃത്തി. daring to perform, ചെയ്യുവാൻ മുതിരുക. അപ്പൊ അപ്രതീക്ഷിതമായ കാര്യം ചെയ്യുവാൻ മുതിരുന്നതിനെ അല്ല കറേജ് എന്ന് പറയുന്നത്. 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നതിനെ അല്ല കറേജ് എന്ന് പറയുന്നത്. കറേജ് does not mean daring to perform unexpected action. അപ്രതീക്ഷിതമായ കാര്യം ചെയ്യുന്നതിനെ അല്ല കറേജ് എന്ന് പറയുക, അതിന് മുതിരുന്നതിനെ അല്ല കറേജ് എന്ന് പറയുക. കറേജ് മീൻസ് ഡൂയിങ് വൺസ് ഡ്യൂട്ടീസ് വിതൗട്ട് ഫിയർ. ഡൂയിങ് വൺസ് ഡ്യൂട്ടീസ് വിതൗട്ട് ഫിയർ. ഭയമില്ലാതെ സ്വന്തം കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? കറേജ് എന്ന് പറയുക. അപ്പൊ നോക്കിക്കേ,
Courage is a quality which we need to possess from our childhood. Courage does not mean daring to perform unexpected action. It means doing one's duties without fear. Look at the next one, self-confidence. Self-confidence is a part of our lives. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് self-confidence. Self-confidence is a part of our lives. Without self-confidence, we cannot achieve anything in our lives. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. Self-confidence is a part of our lives. Without self-confidence, we cannot achieve anything in our lives. Last point, ഫാമിലിയെ പറ്റിയാണ്. വിതൗട്ട് എ പോസിറ്റീവ് ഫാമിലി, ഒരു പോസിറ്റീവ് ഫാമിലി ഇല്ലാതെ നോ വൺ ക്യാൻ നർച്ചർ എ പോസിറ്റീവ് ലൈഫ്. ഒരാൾക്ക് പോലും ഒരു പോസിറ്റീവ് ലൈഫ് നർച്ചർ ചെയ്യാൻ കഴിയില്ല. വിതൗട്ട് എ പോസിറ്റീവ് ഫാമിലി നോ വൺ ക്യാൻ നർച്ചർ എ പോസിറ്റീവ് ലൈഫ്. ഫാമിലി എന്താണ്? ഫാമിലി ഈസ് ദ ബാക്ക് ബോൺ ഓഫ് വൺ സക്സസ്. ഒരാളുടെ സക്സസിന്റെ ബാക്ക് ബോൺ, നട്ടലാണ് ഫാമിലി. ഫാമിലി ഈസ് ദ ബാക്ക് ബോൺ ഓഫ് വൺ സക്സസ്. ഇറ്റ് ഈസ് ദ മീഡിയം ഓഫ് ക്യാരക്ടർ ഫോർമേഷൻ. ക്യാരക്ടർ ഫോർമേഷന്റെ മീഡിയമാണ് ഫാമിലി. നോക്കിക്കേ, വിതൗട്ട് എ പോസിറ്റീവ് ഫാമിലി നോ വൺ ക്യാൻ നർച്ചർ എ പോസിറ്റീവ് ലൈഫ്. ഫാമിലി ഈസ് ദ ബാക്ക് ബോൺ ഓഫ് വൺ സക്സസ്. ഇറ്റ് ഈസ് ദ മീഡിയം ഓഫ് ക്യാരക്ടർ ഫോർമേഷൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ, കറേജ് ഡസ് നോട്ട് മീൻ ഡെയറിംഗ് ടു പെർഫോം അൺഎക്സ്പെക്റ്റഡ് ആക്ഷൻ. ഇറ്റ് മീൻസ് ഡൂയിങ് വൺസ് ഡ്യൂട്ടീസ് വിതൗട്ട് ഫിയർ. സെൽഫ് കോൺഫിഡൻസ് ഇസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്സ്. വിതൗട്ട് സെൽഫ് കോൺഫിഡൻസ് വി cannot achieve anything in our lives. Family, without the support from a family, we can't nurture a positive life. Family is the backbone of one's success. It is the medium of character formation. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ലൈഫ് ലോങ് നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഏതെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്ക് സെൻറ്റൻസുകൾ വേഗത്തിൽ പഠിച്ച്, അതും മലയാളത്തിൽ തന്നെ കേട്ട് പഠിച്ച് ഇംഗ്ലീഷ് എക്സാമിന് പോയിരുന്ന് എഴുതിയത് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്കൊരു 5-10 മാർക്ക് കിട്ടുമായിരിക്കാം. പക്ഷേ ഇഫ് യു ആർ എ സീരിയസ് സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ എക്സാം പോലെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിൽ പോലും അതൊരു മോഡലാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് നോക്കുക. അത് മോഡൽ എക്സാം പോലും അത്ര ഡയറക്റ്റ് അല്ല. അപ്പോൾ മെയിൻ എക്സാം എങ്ങനെയായിരിക്കാം? ഒത്തിരി ടഫൊന്നും ആയിരിക്കില്ല. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ ചാപ്റ്ററിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ചോദിക്കുക, അല്ലേ? നമുക്ക് ഫോക്കസ് ഏരിയയിൽ തന്നെ ഇത്ര % ചോദിക്കും. അതിനകത്തിൽ നിന്ന് തന്നെ കൂടുതലും ഇൻഡയറക്റ്റ് ചോദിച്ചാൽ എഴുതണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ആൻസേഴ്സ് പഠിച്ചിട്ടേ പോകാവൂ എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഒരു കാരണവശാലും ഏതെങ്കിലുമൊക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ പഠിച്ച് മൊത്തം ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാമെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ സാധിക്കില്ല. സ്കൂൾ തലത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, ഹൈസ്കൂൾ വരെ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേണിൽ പഠിച്ചുകൊണ്ട് പോയാൽ അതല്ല, അങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 4 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ 8 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ബി എ സീരിയസ് സ്റ്റുഡൻറ്റ്, ലേൺ തിങ്സ് സീരിയസ്ലി. സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. ഇഫ് യു എയിം ടു ഗെറ്റ് ഫുൾ മാർക്സ് ഓർ ഇഫ് യു എയിം ടു ഗെറ്റ് A+. അതല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കളയാം. നിങ്ങൾക്ക് ആ സമ്മറീസ് മാത്രം പഠിച്ചിട്ട് പോയാൽ, കുറച്ച് ആക്ടിവിറ്റീസും പഠിച്ചിട്ട് പോയാൽ യു വിൽ സ്കോർ ഗുഡ് മാർക്സ്. സംടൈംസ് A+ കിട്ടാം ക്വസ്റ്റ്യൻ ഈസി ആണെങ്കിൽ. ബട്ട് ദീസ് ആർ സീരിയസ് തിങ്സ്. സീരിയസ് തിങ്സ് ആയതുകൊണ്ടാണ് അവസാനത്തിന് നമ്മൾ വെച്ചിരുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ദ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിതിങ് എന്നുള്ള ചാപ്റ്ററിലെ സ്റ്റീഫൻ ഹോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 3 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫിൻ്റെ ഒരു ടൈം ലൈൻ വരയ്ക്കാൻ ചോദിക്കുക. ആ ടൈം ലൈൻ അറിയാമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു എസ്സേ എഴുതാൻ പറ്റും. പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെയും ജെയിൻ വൈൽഡിൻ്റെയും ക്യാരക്ടർ സ്കെച്ചസ് ആണ് മറ്റ് 2 ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുന്നത് നമുക്ക് കുറേ പോയിൻറ്റ്സ് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ടൈം ലൈൻ എഴുതുന്നത് എങ്ങനെയാണ്? ടൈം ലൈൻ എഴുതുന്നത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വേണം. അപ്പോൾ ഇത് മാർജിൻ ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഞാൻ വരച്ചതുപോലെ വളഞ്ഞു പോകരുത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം ഏറ്റവും താഴെ മാർക്ക് ചെയ്യുക. താഴെ നിന്ന് മുകളിലോട്ടാണ് ടൈം ലൈൻ എഴുതുക. അപ്പോൾ നമ്മൾ എക്സാമിന് എഴുതാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എത്ര പോയിൻറ്റ്സ് അറിയാം എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നിട്ട് വേണം എഴുതി തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ ടൈം ലൈൻ എഴുതുമ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിതിന് ലെഫ്റ്റ് സൈഡിൽ ഇയർ എഴുതും. ലെഫ്റ്റ് സൈഡിൽ ഇയർ എഴുതുക, റൈറ്റ് സൈഡിൽ ഇവൻ്റ് എഴുതുക. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ സംബന്ധിച്ച് ആദ്യത്തെ ഇവൻ്റ് എന്താ? 1942 ബോൺ അറ്റ് ഓക്സ്ഫോർഡ് ആസ് ദ സൺ ഓഫ് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്.
ബോൺ അറ്റ് ഓക്സ്ഫോർഡ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ബോൺ അറ്റ് ഓക്സ്ഫോർഡ് ആസ് ദ സൺ ഓഫ് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. പിന്നെ അടുത്ത ഇവൻ്റ് എന്ന് പറയുന്നത് 6 years. അറ്റ് ദ ഏജ് ഓഫ് 6 ഹി ജോയിൻ സെൻറ്റ് ആൽബൻസ് സ്കൂൾ. അപ്പം 6 years ആഡ് ചെയ്താൽ മതി. 1942 + 6 1948. In 1948 he joined St. Albans. 8 വയസ്സുള്ളപ്പം മുതൽ he started thinking seriously of becoming a scientist. അപ്പോൾ 2 years കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി 17-ാം വയസ്സെന്ന് ഓർത്താൽ മതി. 17 years. 1959 he joined Oxford to study natural science. അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് നാച്ചുറൽ സയൻസിന് ജോയിൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഈസ് 1959. ഹോക്കിംഗ് joined Oxford to study natural science. കൃത്യം 3 years കഴിഞ്ഞ് നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന ഇയർ ഓർത്താൽ മതി. അന്നത്തെ കാലമാണ്. 3 years കഴിഞ്ഞ് he joined Cambridge to do a PhD. So 1962 he joined Cambridge to do a PhD. The very next year he is attacked by a disease, motor neuron disease or amyotrophic lateral sclerosis. So motor neuron disease or amyotrophic lateral sclerosis. സ്പെല്ലിംഗ് തെറ്റിപ്പോരുത്. amyotrophic lateral sclerosis. ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ വാക്ക് ഏതാ? സിംഗിൾ വേർഡാണ്. ഏറ്റവും വലിയ വേർഡ് ഒരു ഡിസീസിൻ്റെ പേരാണ്. നിമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ്. ഒറ്റ സ്ട്രെച്ചിലാണ് നമ്മൾ എഴുതുക, സ്പേസ് ഇല്ല. നിമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ് ഇസ് ദ ബിഗസ്റ്റ് ലെറ്റർ ഇൻ ഇംഗ്ലീഷ്. ഇത് അതുപോലെ ഒരു രോഗത്തിൻ്റെ പേരാണ്. മോട്ടോർ ന്യൂറോൺ ഡിസീസാണ്, ചലനത്തെ ബാധിക്കുന്ന രോഗമാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ 1963 he contracted the rare disease amyotrophic lateral sclerosis. 1965 എന്ത് സംഭവിച്ചു? he met and married Jane Wilde. ഇനിയും അതേ വർഷമാണ് he applied for a research fellowship at KS. അപ്പോൾ അത് ഇയർ എഴുതണ്ട, ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് applied for a research fellowship at KS നാട് ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. അടുത്തത് 1980 സംഭവിച്ചത് എന്താ? He thought of writing a book on the
യൂണിവേഴ്സ്. 1980 തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് തുടങ്ങുമ്പോൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ ലെക്ചർ. ഹി കണ്ടക്റ്റഡ് എ ലെക്ചർ അറ്റ് കോക്രോഫ് ലെക്ചർ റൂം. അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മുടെ ടെക്സ്റ്റ് തുടങ്ങുന്നത് ആ ലെക്ചർ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഇതിന് മുകളിൽ മാർക്ക് ചെയ്തിട്ട് ഹി കണ്ടക്റ്റഡ് എ ലെക്ചർ അറ്റ് കോക്രോഫ്റ്റ് ലെക്ചർ റൂം എന്ന് എഴുതാം. പിന്നെ 1984 സംഭവം എന്താ? ഹി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദ ബുക്ക്. അദ്ദേഹം ആ ബുക്കിൻ്റെ ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. The same year he was attacked by pneumonia and his windpipe was removed. അടുത്ത സംഭവം എന്താ? 1988 എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അദ്ദേഹത്തിൻ്റെ ബുക്ക് വാസ് പബ്ലിഷ്ഡ്. In 2005 he published the abridged version of the book. And in 2018 this great scientist passed away. 2018 അദ്ദേഹം മരിക്കുന്നത്. സോ ദിസ് ഈസ് എ ടൈം ലൈൻ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കാം. 1942 ഈ ഇയർ മറന്നു പോകരുത്. ഹി വാസ് ബോൺ അറ്റ് ഓക്സ്ഫോർഡ് ആസ് ദ സൺ ഓഫ് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കി. 6 years കൗണ്ട് ചെയ്യുക. 1968 he joined St. Albans School. At 8 years, that is 1950, he thought of becoming a scientist. 1959 he joined Oxford to study natural science. 1962, 3 years later, he joined Cambridge to do a PhD. The very next year, 1963, he contracted the rare disease called amyotrophic lateral sclerosis. The next point, 1965, he met and married Jane Wilde. 1980, he thought of writing a book on the universe. The very same year, he conducted a lecture in the Cockcroft lecture room. 1984, he completed the first draft of the book. In the very same year, he was attacked by pneumonia and his windpipe was removed. And 1988 is a very important year. He published a brief history of time. He wrote the book in such a way that even the ordinary man is able to read and understand the text. സാധാരണക്കാരന് പോലും വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. പിന്നെ 2005 he published the abridged version of the book. ആ ബുക്ക് കുറച്ചുകൂടെ പുതുക്കി ഇറക്കിയത് 2005 and 2018 this great scientist passed away. വളരെ മഹാനായ ഒരു മനുഷ്യനാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഇങ്ങനെ ഓർത്തിരുന്ന് താഴെ നിന്ന് മുകളിലോട്ട് എഴുതുന്ന കാര്യം ഓർക്കുക. ഇത് പഠിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചെറിയ എഫേർട്ട് വേണം. ബിക്കോസ് ഫാക്ട്സ് ആണ്. എന്തൊക്കെ ഫാക്ട്സ് ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കണം. 2 അതിൻ്റെ ഇയേഴ്സ് ആ ഒരു ഓർഡറിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ ഓർത്ത് കഴിഞ്ഞാൽ എഴുതാൻ എളുപ്പമാണ്. ബട്ട് യു ഹാവ് ടു പുട്ട് ഇൻ എഫേർട്ട്. പക്ഷേ ഇതറിയാമെങ്കിൽ എസ്സേ ചോദിച്ചാൽ ഈ പോയിൻറ്റ്സ് തന്നെ അവിടെ എഴുതി വെക്കാനായിട്ട് പറ്റും. ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ എന്നാൽ ഫസ്റ്റ് യൂണിറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററിലെ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോവുക. സ്റ്റീഫൻ ഹോക്കിംഗ് എ ക്വസ്റ്റ് ഫോർ ദ തിയറി ഓഫ് എവറിത്തിങ് എന്നുള്ള ചാപ്റ്ററിൽ 3 കാര്യം. 1 സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, 2 ജെയിൻ വൈൽഡിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, 3 സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ടൈം ലൈനായിട്ടുള്ള ആക്ടിവിറ്റി. ഇത് 3 നമ്മൾ പഠിക്കുന്നത് ഒരു പ്രൊട്ടക്ഷനായിട്ടാണ്. ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ചോദിക്കുകയാണെങ്കിലോ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിലോ ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്.
മാത്രമല്ല ഹോക്കിങ്ങിനെ പറ്റി അറിയുവാൻ വേണ്ടിയിട്ടുകൂടിയാണ്. അപ്പോൾ നോക്കുക, ഹോക്കിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ, ഹോക്കിംഗ് എങ്ങനത്തെ ആളാണ്? എ മാൻ ഓഫ് സ്ട്രോങ് പെർസിവറൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. എ മാൻ ഓഫ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആൻഡ് പെർസിവറൻസ്. സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ഉറച്ച മനസ്സുള്ള. പെർസിവറൻസ്, സ്ഥിരോത്സാഹിയായ, കഠിനമായി അധ്വാനിക്കുന്ന, സ്ഥിരമായി അധ്വാനിക്കുന്ന. ഹോക്കിംഗ് എ മാൻ ഓഫ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആൻഡ് പെർസിവറൻസ്. അദ്ദേഹം ആരാ? ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിസിസ്റ്റ് ദ വേൾഡ് ഹാസ് എവർ സീൻ. ലോകം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും മികച്ച ഫിസിസ്റ്റുകളിൽ ഒരാൾ. സ്റ്റീഫൻ ഹോക്കിംഗ്, എ മാൻ ഓഫ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആൻഡ് പെർസിവറൻസ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിസിസ്റ്റ് ദ വേൾഡ് ഹാസ് എവർ സീൻ. സാർ ഷോർട്ടായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ സെൻറ്റൻസ് ആക്കണം. വെൻ ഹി വാസ് ഇൻ ഓക്സ്ഫോർഡ്, ഓക്സ്ഫോർഡിലായിരിക്കുമ്പോൾ, ഹി വാസ് ലൈവ്ലി, വളരെ എനർജറ്റിക് ആയിരുന്നു. ബോയൻ ആൻഡ് അഡാപ്റ്റബിൾ, വളരെ ഹാപ്പിയും ഏത് സാഹചര്യത്തിനനുസരിച്ച് പൊരുത്തപ്പെടുന്ന ആളുമായിരുന്നു ഹോക്കിംഗ്. വെൻ ഹി വാസ് ഇൻ ഓക്സ്ഫോർഡ്, he was lively, buoyant and adaptable. Long hair, he wore his hair long. അദ്ദേഹം നീളൻ മുടിയാണ് ധരിച്ചിരുന്നത്. He wore his hair long. Next point, he liked classical music and read science fiction. Classical music ഇഷ്ടമാണ്, സയൻസ് ഫിക്ഷൻ വായിക്കും. He was good at sports too. അദ്ദേഹം സ്പോർട്സിലും മികവായിരുന്നു. നോക്കുക, when he was in Oxford, he was lively, buoyant and adaptable. He was witty and he wore his hair long. He liked classical music and read science fiction. He was good at sports too. അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ആയിരുന്നു. അടുത്ത മേജർ ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഹി ലൗഡ് ആൻഡ് ഒബെയ്ഡ് ഹിസ് പേരൻസ്. അദ്ദേഹത്തിൻ്റെ പേരൻസിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തു. ദാറ്റ് ഈസ് വൈ ഹി ജോയിൻ നാച്ചുറൽ സയൻസ്. അദ്ദേഹം നാച്ചുറൽ സയൻസിനാണ് പഠിക്കാൻ ചേർന്നത്. ഡിസ്റിഗാർഡിങ് ഹിസ് വിഷസ് ടു സ്റ്റഡി ഫിസിക്സ്. ഫിസിക്സ് പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം നാച്ചുറൽ സയൻസിന് ജോയിൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആവശ്യപ്രകാരമാണ്. ഹി ലൗഡ് ആൻഡ് ഒബെയ്ഡ് ഹിസ് പേരൻസ്. ദാറ്റ് ഈസ് വൈ he joined natural science, disregarding his wishes to study physics. ഫിസിക്സ് പഠിക്കാനുള്ള തൻ്റെ ആഗ്രഹത്തെ ഡിസ്റിഗാർഡ് ചെയ്തുകൊണ്ട് നാച്ചുറൽ സയൻസിന് ജോയിൻ ചെയ്തത് പേരൻസിനെ ലവ് ചെയ്യുകയും ഒബേ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അടുത്ത മേജർ പോയിന്റ് എന്താ? അറ്റ് 21, 21-ാം വയസ്സിൽ, അറ്റ് 21, സ്റ്റീഫൻ ഹോക്കിംഗ് കൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ്. 21-ാം വയസ്സിൽ അദ്ദേഹത്തെ ബാധിച്ച റെയർ ഡിസീസിൻ്റെ പേര്, കൺട്രാക്റ്റഡ് എന്നുള്ള വേർഡ് ഓർത്തിരിക്കുക, വാസ് അഫക്റ്റഡ് ബൈ amyotrophic lateral sclerosis. Amyotrophic lateral sclerosis or motor neuron disease. Amyotrophic lateral sclerosis. You can write L and S in capital also. Okay. So, at 21, Hawking contracted a rare disease called amyotrophic lateral sclerosis. He became very weak. Hawking became very weak. Yet he published a brief history of time. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് in 1988. Hawking became so weak, yet he published a brief history of time in 1988. ഇതിന് മുമ്പ് വേണമെങ്കിൽ ഹോക്കിംഗ് മെറ്റ് ആൻഡ് മാരീഡ്, ജെയിൻ വൈൽഡ് എന്നൊക്കെയുള്ള പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. അടുത്തത് നോക്കുക, till his death, മരണം വരെയും he communicated with his friends. He conducted lectures and he conducted studies. അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ലെക്ചേഴ്സ് കണ്ടക്ട് ചെയ്തു, സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തു. Till his death, he communicated with his friends, he conducted lectures and he conducted studies. And Hawking, he overcame his crippling disease. Conclusion ആണ്, Hawking overcame his crippling disease. അദ്ദേഹത്തിൻ്റെ ആ ക്രിപ്ലിംഗ് ആയിട്ടുള്ള രോഗത്തെ അദ്ദേഹം അതിജീവിച്ചു. Hawking overcame his crippling disease to become the supernova of world physics. വേൾഡ് ഫിസിക്സിൻ്റെ സൂപ്പർനോവ ആയി മാറുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ രോഗത്തെ അതിജീവിച്ചു കൊണ്ടുവന്നു എന്നാണ് നമ്മുടെ കൺക്ലൂഷൻ. ഒന്ന് നോക്കുക, Hawking overcame his crippling disease to become the shining star, the supernova of world physics. ഇത്രയേ ഉള്ളൂ ഹോക്കിങ്ങിൻ്റെ ക്യാരക്ടർ. ടൈം ലൈനിൽ കുറച്ചുകൂടെ പോയിന്റ്സ് ഉണ്ട് അദ്ദേഹത്തെ പറ്റി. ഇനിയും അതല്ല, നമ്മളോട് ഐൻസ്റ്റീനും ന്യൂട്ടണുമായിട്ട് കമ്പയർ ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ഒരു സെൻറ്റൻസ് കൂടെ ആഡ് ചെയ്യുക. എങ്ങനെ ആഡ് ചെയ്യും? ഐൻസ്റ്റീൻ ആൻഡ് ന്യൂട്ടൺ വെയർ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. ഐൻസ്റ്റീൻ ആൻഡ് ന്യൂട്ടൺ വെയർ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്, ബട്ട് ദേ വെയർ ഫിസിക്കലി സ്ട്രോങ്.
അവർ ഫിസിക്കലി സ്ട്രോങ് ആയിരുന്നു. ഐൻസ്റ്റീൻ ആൻഡ് ന്യൂട്ടൺ വെയർ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ബട്ട് they had been physically strong. Stephen Hawking, though not physically strong, goes on par with them. Though not physically strong അല്ല എന്നിട്ടും he goes on par with them. അദ്ദേഹം അവർക്ക് തുല്യനാണ്. നോക്കിക്കേ, കമ്പയർ ചെയ്യാൻ ചോദിച്ചാൽ മാത്രമേ എഴുതാവൂ. ഐൻസ്റ്റീൻ ആൻഡ് ന്യൂട്ടൺ വെയർ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് but they had been physically strong. Hawking, though not physically strong, goes on par with them. ഇത് കമ്പയർ ചെയ്യാൻ ചോദിച്ചാൽ എഴുതുക. അപ്പോൾ നമ്മൾ ഹോക്കിങ്ങിൻ്റെ ക്യാരക്ടർ സ്കെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജെയിൻ വൈൽഡ്, ഹോക്കിങ്ങിൻ്റെ വൈഫായിരുന്ന ജെയിൻ വൈൽഡിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ എന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ജെയിൻ വൈൽഡിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സും ഫോക്കസ് ഏരിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് അതിലെ 4th ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുക. ഓക്കെ, ജെയിൻ വൈൽഡ് വളരെ സിമ്പിളാണ്. ജെയിൻ വൈൽഡ് വാസ് എ ഷൈ ടീനേജർ വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഷൈ ടീനേജർ, നാണം കുണുങ്ങിയായ ടീനേജർ ആയിരുന്നു. വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവർക്ക് ദൈവത്തിൽ കടുത്ത വിശ്വാസം ഉണ്ടായിരുന്നു എന്നതാണ്. ജെയിൻ വൈൽഡ് വാസ് എ ഷൈ ടീനേജർ വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ കടുത്ത വിശ്വാസമുള്ള ഒരു ഷൈ ടീനേജർ ആയിരുന്നു ജെയിൻ വൈൽഡ്. The faith was ingrained in her by her mother. അവളിൽ ആ വിശ്വാസം ഊട്ടി ഉറപ്പിച്ചത് അവളുടെ അമ്മയാണ്. The faith, ഗോഡിലുള്ള ആ വിശ്വാസം. The faith was ingrained in her by her mother. Jane Wilde was a shy teenager with a strong faith in God. The faith was ingrained in her by her mother. She was optimistic. ശുഭാപ്തി വിശ്വാസിയായിരുന്നു. അതാണ് ജെയിൻ വൈൽഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. Because she had a belief in God and she was optimistic. She was optimistic and she believed that good can come out of any adversity. Adversity എന്നുള്ള വേർഡ് നമ്മൾ ഓൾറെഡി കണ്ടു. ഡിഫിക്കൽട്ടി, ഏത് ഡിഫിക്കൽട്ടിയിൽ നിന്നും good can come out, നന്മ ഉണ്ടാവാം. So Jane Wilde was a shy teenager with a strong faith in God. The faith was ingrained in her by her mother. She was optimistic and believed that good can come out of any adversities. Okay, any adversity, sorry. Now, when did she meet Stephen Hawking? Where did she meet Stephen Hawking? എവിടെ വെച്ച സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടത്? She met Hawking for the first time. ആദ്യമായിട്ട് ഹോക്കിങ്ങിനെ കണ്ടത് at a New Year's party, ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ, അറ്റ് സെന്റ് ആൽബൻസ്. അവർ രണ്ടുപേരും പഠിച്ച സെന്റ് ആൽബൻസ് സ്കൂളിലെ ഒരു ന്യൂ ഇയേഴ്സ് പാർട്ടിയിൽ വെച്ചിട്ടാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ജെയിൻ വൈൽഡ് കാണുന്നത്. She met Hawking for the first time at a New Year's party at St. Albans. ഇനി അവർക്ക് എങ്ങനെ ഫീൽ ചെയ്തു? To her, അവളെ സംബന്ധിച്ച് he seemed terribly intelligent. വലിയ ബുദ്ധിമാനായിട്ട് ഫീൽ ചെയ്തു. വേറെ കുറച്ച് വാക്കുകളുണ്ട്, എല്ലാം ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലായിരുന്നു. He was arrogant, വളരെ ഒരുമാതിരി വെറുപ്പിക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം എഴുതിയാൽ മതി. To her, he seemed terribly intelligent and she liked his wit. അദ്ദേഹത്തിന്റെ ബുദ്ധി, വിറ്റ്, വിസ്ഡം, അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു. To her, he seemed terribly intelligent and she liked his wit. Wisdom, wit, ജ്ഞാനം, അത് ഇഷ്ടപ്പെട്ടു. Hawking liked her optimism. ഹോക്കിങ്ങിന് അവളിൽ നിന്ന് എന്താ ഇഷ്ടപ്പെട്ടെ? അവളുടെ ഒപ്റ്റിമിസം, അവളുടെ ശുഭാപ്തി വിശ്വാസം. Hawking liked her optimism. So, to her, he was terribly intelligent. ഭയങ്കര ബുദ്ധിയാണ്. മാത്രമല്ല, she liked his wit. അദ്ദേഹത്തിന്റെ തമാശകളും അദ്ദേഹത്തിന്റെ ബുദ്ധിയും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. തമാശകളും ഉണ്ട്, വിറ്റിന് 2 മീനിങ്ങും ഉണ്ട്. She was optimistic. Hawking liked her optimism. So they decided to get married. അതുകൊണ്ട് അവർ മാരി ചെയ്യാൻ തീരുമാനിച്ചു. And they got married also. അവർ മാരി ചെയ്യുകയും ചെയ്തു. Okay. Now, അവരുള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചു? Her presence made all the difference in Hawking's life. അവളുടെ സാന്നിധ്യം, her presence made all the difference. സ്റ്റീഫൻ ഹോക്കിംഗ് ലൈഫിലെ എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ അവരുടെ പ്രസൻസ് ആണ്. Her presence made all the difference in Hawking's life. ഹോക്കിങ്ങിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. എന്താ കാരണം? When he was affected by pneumonia, അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ന്യൂമോണിയ വരും.
എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ന്യൂമോണിയ വരും. വെൻ ഹി വാസ് അഫക്റ്റഡ് ബൈ ന്യൂമോണിയ ഷീ ടുക്ക് ഹിം ടു അനദർ ഹോസ്പിറ്റൽ. അവർ സ്വന്തമായിട്ട് ധൈര്യം എടുത്ത് അദ്ദേഹത്തെ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ആൻഡ് ഗേവ് കൺസെന്റ് ടു റിമൂവ് ഹിസ് വിൻ പൈപ്പ്. അദ്ദേഹത്തിന്റെ വിൻ പൈപ്പ് റിമൂവ് ചെയ്യാനുള്ള കൺസെന്റ് കൊടുക്കുകയും ചെയ്തു. നോക്കിക്കേ, ഇറ്റ് വാസ് ഹെർ പ്രസൻസ് വിച്ച് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് ഇൻ ഹോക്കിങ്സ് ലൈഫ്. വെൻ ഹോക്കിംഗ് വാസ് അഫക്റ്റഡ് ബൈ ന്യൂമോണിയ അഫക്റ്റ് ചെയ്തപ്പോൾ ഷീ ടുക്ക് ഹിം ടു അനദർ ഹോസ്പിറ്റൽ. അവർ അദ്ദേഹത്തെ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൻഡ് ഗേവ് കൺസെന്റ്, അനുമതി കൊടുത്തു, ടു റിമൂവ് ഹിസ് വിൻ പൈപ്പ്. അദ്ദേഹത്തിന് വിൻ പൈപ്പ് റിമൂവ് ചെയ്യാൻ അനുമതി കൊടുത്തു. ഓക്കെ, ഷീ വാസ് ഷുവർ ദാറ്റ് ഷീ കുഡ് സ്പീക്ക് ഫോർ ഹിം. ഷീ വാസ് ഷുവർ, അങ്ങനെ എഴുതണം. ഷീ വാസ് ഷുവർ ദാറ്റ് ഷീ കുഡ് സ്പീക്ക് ഫോർ ഹിം. താൻ ഹോക്കിങ്ങിന് വേണ്ടി വിൻ പൈപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ല. സോ താൻ ഹോക്കിങ്ങിന് വേണ്ടി സംസാരിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. നോക്കിക്കേ, ഹെർ പ്രസൻസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് ഇൻ ഹോക്കിങ്സ് ലൈഫ്. വെൻ ഹോക്കിംഗ് വാസ് അറ്റാക്ഡ് ബൈ ന്യൂമോണിയ ഷീ ടുക്ക് ഹിം ടു അനദർ ഹോസ്പിറ്റൽ and gave consent to remove his windpipe. She was sure that she could speak for him. And the last point, conclusion, the credit behind Hawking's achievements goes to Jane. ഇവിടെ ക്രെഡിറ്റ് ആണ് സബ്ജക്റ്റ്, അതുകൊണ്ടാണ് ഗോസ് എന്ന് വന്നത്. The credit behind Hawking's achievements goes to Jane. ഹോക്കിങ്ങിൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെ പിന്നിലുള്ള എല്ലാ ക്രെഡിറ്റും ആർക്ക് അവകാശപ്പെട്ടതാണ്? ജെയിൻ വൈൽഡിന് അവകാശപ്പെട്ടതാണ്. ഷീ ഈസ് എ ട്രൂ റോൾ മോഡൽ ഫോർ ഓൾ ദ വിമൻ. എല്ലാ സ്ത്രീകൾക്കും അവരൊരു ട്രൂ റോൾ മോഡലാണ്. നോക്കിക്കേ, ദ ക്രെഡിറ്റ് ബിഹൈൻഡ് ഹോക്കിങ്സ് അച്ചീവ്മെൻറ്റ്സ് ഗോസ് ടു ജെയിൻ. ഷീ ഈസ് എ ട്രൂ റോൾ മോഡൽ ഫോർ ഓൾ ദ വിമൻ. അപ്പോൾ ഇത് ജെയിൻ വൈൽഡിൻ്റെ ക്യാരക്ടറാണ്. ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണെങ്കിലും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പഠിച്ചു വെക്കുന്നത് ഒരു ഗ്രേറ്റ് വുമൺ ആണ്. ധാരാളം എഴുതിയിട്ടുണ്ട് അവർ, ഹോക്കിങ്ങിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം പഠിച്ചു വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് ജസ്റ്റ് എക്സാമിന് മുമ്പൊന്ന് ഓടിച്ചു നോക്കി ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഷോർട്ട് വീഡിയോസായിട്ട് നോട്ട് സഹിതം നമ്മളിവിടെ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ലൈവ് ക്ലാസ് ചെയ്യാത്തത്. ലൈവ് ക്ലാസ് ആണെങ്കിൽ നമുക്കിത് എഴുതുന്ന സമയം കൂടി എക്സ്ട്രാ പോകും. അപ്പോൾ നിങ്ങൾ എക്സാമിന് മുമ്പ് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ക്വിക്ക് വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നത്. യു സ്പെൻഡ് ടൈം ഓൺ ഇറ്റ്. സ്പീഡാണെന്ന് തോന്നുന്നു എങ്കിൽ യു റിപ്പീറ്റഡ്ലി ലിസൺ ടു ഇറ്റ്. വീണ്ടും 1-2 തവണ കൂടെ ശ്രദ്ധിച്ചാൽ ആ ഒരു ഇഷ്യൂ സോൾവ് ആവും. സോ റിപ്പീറ്റഡ്ലി ലിസൺ ടു ദ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ ക്ലാസ്സിലിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾ ഒരു കാരണവശാലും പഠിക്കേണ്ട. 80 മാർക്ക് സ്കോർ ചെയ്യണം നിർബന്ധമുള്ളവർ, അത്ര നന്നായിട്ട് പഠിക്കാൻ സ്കില്ലുള്ള, അത്രയും മെമ്മറി ഉള്ള ആളുകൾ ഇത് പഠിക്കുക, ശ്രദ്ധിച്ചിട്ട് പോവുക. അറ്റ്ലീസ്റ്റ് പോയിൻ്റെങ്കിലും നോട്ട് ചെയ്തിട്ട് പോവുക. ഓക്കെ, സോ ഹിയർ എൻഡ്സ് അവർ ഫസ്റ്റ് യൂണിറ്റ്. താങ്ക് യു.